കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്രയും പ്രേമയും നേർക്ക് നേർന്ന് മുട്ടുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, എൻ്റെ മരുമകളെ ഈ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിച്ചിരിക്കും. എടി സുമിത്രേ, നീ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഇച്ചിരി ഇല്ലാത്ത കൊച്ചിനെ കൊണ്ടുവന്ന നാടകം കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോള് നിന്നോടൊപ്പം ഇറങ്ങി വരുമെന്ന് തന്നെയാണോ? ദേ, അവളെ വളർത്തിയതേ ഞാനാണ്. അതുമല്ല, അവളിപ്പോൾ നിന്റെ മകനെ ഒരുപാട് വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അനന്യ നിന്റെ മോള് വിളിക്കുമ്പോൾ വരില്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. എന്തായാലും ആര് കരയും ആര് ചിരിക്കും എന്നുള്ള കാര്യം നമുക്ക് കാണാമെന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സരസ്വതി അമ്മയാണ്. അപ്പൊ സരസ്വതി അമ്മ ശീതളിന്റെ അടുത്ത് പറയുന്നുണ്ട്, ശീതളെ വന്ന് നീ ഈ വീട്ടിലെ വേലക്കാരിയാകുമെന്നാ തോന്നുന്നത്. അതെ, നിന്റെ അമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധകളൊന്നുമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ അവള് കെട്ടിയൊരുങ്ങി പോയിരിക്കുക അനന്യയെയും അനിരുദ്ധിനെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതൊന്നും അറിയില്ലെന്നാണ് അവളുടെ വിചാരം. വളരെ രഹസ്യമായിട്ട് കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയല്ലേ. ഇനി അറിയാം. ദേ, എന്തായാലും നിന്റെ കാര്യത്തിൽ അവൾക്ക് ഒരു ശ്രദ്ധയില്ല. അത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം അച്ഛമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. എനിക്കും ഇപ്പം ആ കാര്യം ബോധ്യപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു. എടീ, ഇത് നീ അച്ഛനോടും അമ്മയോടും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സിദ്ധാർത്ഥിൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ പറയും സുമിത്ര പറയുന്നത് മാത്രം കേട്ടാൽ മതിയെന്ന്. അവനാണെങ്കിൽ ദാ ഇപ്പൊ സുമിത്രയെന്നും പറഞ്ഞ് മാത്രമാണ് നടക്കുന്നത്. എന്തായാലും അച്ഛമ്മ പറയുന്ന കാര്യം മോള് കേൾക്കുമോ എന്ന് ചോദിക്കുമ്പം എന്താ അച്ഛമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുക ശീതള്. പെട്ടെന്ന് തന്നെ സരസ്വതി അമ്മയാണെങ്കിലും, നീ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കരുത് ശീതളെ. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതമാണ് നശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മോൾ അച്ഛമ്മ പറയുന്നത് പോലെ തന്നെ ആ ബാഗൊക്കെ എടുത്ത് സച്ചിൻ്റെ അടുത്തേക്ക് പോ. സച്ചിൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവൻ എത്ര പ്രാവശ്യം നിന്നെ വന്ന് വിളിച്ചു. എന്നിട്ട് പോലും നീ നിന്റെ അമ്മയെ തള്ളിക്കളഞ്ഞ് അവനോടൊപ്പം പോകാൻ തയ്യാറായിട്ടില്ല. ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതം നായ നക്കും. അപ്പം അച്ഛമ്മ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കാര്യം ഉണ്ടെന്നുള്ള രീതിയിൽ ശീതളാണെങ്കിലോ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ ശീതളിന് മനസ്സിലായി, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ ഭാവി അവതാളത്തിലാകും. അമ്മയാണെങ്കിൽ ഏട്ടൻ്റെ കാര്യത്തിൽ മാത്രമാണ് കൂടുതലും ശ്രദ്ധ കാണിക്കുന്നത്. ഏട്ടനെക്കാട്ടിലും മുമ്പ് വഴക്കിട്ട് വന്ന് നിൽക്കുന്നത് താനാണല്ലോ. പക്ഷെ തൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും തൻ്റെ അമ്മ കാണിക്കുന്നില്ല എന്ന് തന്നെ ശീതളിനും ബോധ്യപ്പെടുകയാണ്. പിന്നീട് നമ്മുടെ അനിരുദ്ധും അതുപോലെ സിദ്ധുവും കൂടി സംസാരിക്കുക, മോനെ ശ്രീനിലയത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട്. അത് തിരികെ പിടിക്കണമെങ്കിൽ അച്ഛൻ ഒരുപാട് വേർക്കവും വേണം. അതുകൊണ്ട് നിയമപരമായി തന്നെ പരമശിവത്തെ നേരിടാം. അതാണ് അച്ഛനിപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എന്ത് വന്നാലും ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ശ്രീനിലയം നിങ്ങൾക്ക് തന്നെ നൽകിയിട്ടേ അച്ഛൻ പോകുള്ളൂ എന്നുള്ളൊരു വാക്ക് അത് നമ്മുടെ അനിരുദ്ധിനോട് പറയുക. അപ്പൊ പെട്ടെന്ന് തന്നെ അനിരുദ്ധ് പറയുന്നുണ്ട്, അച്ഛ ഇനി ഒരു വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോവണ്ട. ദേ, നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അത് പോയിക്കോട്ടെ. ഇനി നമ്മൾ എന്തിനാ അത് തിരികെ പിടിക്കാൻ നടക്കുന്നത്? അയാൾ അന്ന് എത്രമാത്രം ക്രൂരമായിട്ടാണ് അച്ഛനെ ഉപദ്രവിച്ചതെന്ന് ഞാൻ കണ്ടതല്ലേ. അതുകൊണ്ട് അച്ഛ ഇനി നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, മോനെ അതങ്ങനെ ഒരിക്കലും വിട്ടുകളയാനൊന്നും പറ്റില്ല. നിന്റെ അമ്മ ഏറ്റവും അധികം ആഗ്രഹിച്ച വീടാ അത്. ആ വീട് അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് പിന്നെ എനിക്ക് ഒരു കാലത്തും ഒരു സമാധാനവും കിട്ടാത്ത ഒരു കാര്യമായി പോകുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ അച്ഛനും മോനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് ദീപു വരിക. ദീപു വന്നതും സിദ്ധാർത്ഥാണെങ്കിലോ ഇവനിവിടെ എന്താ കാര്യം? അപ്പം പെട്ടെന്ന് തന്നെ അച്ഛനെ അവിടെ നിർത്തിയിട്ട് നമ്മുടെ അനിരുദ്ധ അങ്ങ് ചെല്ലുകയാണ്. അല്ല, നിങ്ങളിവിടെ ആരെ കാണാനാ വന്നത്? നിങ്ങൾ പറഞ്ഞ ആള് നിങ്ങളുടെ ചേച്ചി മരിച്ചു പോയിട്ട് വർഷങ്ങളായല്ലോ. പിന്നെ നിങ്ങളിവിടെ ആരെ കാണാൻ വന്നതാന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ദീപു ആണെങ്കിലോ, എടാ മോനെ അനി, എനിക്ക് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിനെല്ലാം മാപ്പ് ചോദിച്ചതല്ലേ. പിന്നെ നീ എന്തിനാ അതെല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ, നിങ്ങൾ എത്രമാത്രം കൊടും ചതിയാണ് എന്നോടും എൻ്റെ അമ്മയോടും ഒക്കെ ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ സ്വന്തം മോനെ പോലെയല്ലേ എൻ്റെ അമ്മ സ്നേഹിച്ചിരുന്നത്. എന്നിട്ട് നിങ്ങൾ എത്രമാത്രം ചതിയാണ് എൻ്റെ അമ്മയോട് കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ കുടുംബവുമായിട്ടും യാതൊരുവിധ ബന്ധവും ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങ് വന്നതെന്ന് ചോദിക്കുമ്പോൾ, മോനെ ദേ
നിന്റെ ഈ കാര്യങ്ങൾ നീ എന്ന് തൊട്ടാണ് സുമിത്രയുടെ മകനായി മാറിയത്? അതിനു മുന്നേ എൻ്റെ ചേച്ചിയെ ഞാൻ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് എൻ്റെ ചേച്ചിയെ ഞാൻ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഒരു കാരണവശാലും എൻ്റെ വിളി കേൾക്കാതെയൊന്നും ഇരിക്കില്ല. ഞങ്ങൾ കൂടപ്പറപ്പുകൾ തമ്മിൽ അത്രയ്ക്ക് കണ്ട് സ്നേഹമുണ്ട് എന്നൊക്കെ ദീപു ഇങ്ങനെ തൻ്റെ സ്നേഹത്തിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്, ഇത്രയധികം സ്നേഹം ഉണ്ടായിട്ടാണോ സ്വന്തം കൂടപ്പറപ്പിനെ പിന്നിൽ നിന്ന് ചതിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ദീപു ഒരു നിമിഷം മിണ്ടിയില്ല. ഞാനിപ്പോൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല അനിരുദ്ധേ, ദേ ഒരു കാരണവശാലും നിങ്ങളെ ഈ വീട്ടുപടിക്കൽ കയറ്റാൻ ഞാനും തയ്യാറല്ല എന്നും പറഞ്ഞ് അനിരുദ്ധാണെങ്കിൽ ദീപുവിൻ്റെ നേരെ കയ്യേറ്റത്തിന് ചെല്ലുമ്പോഴത്തേക്കിനും ദീപു പറയുന്നുണ്ട്, നിനക്കേ ഈ ദീപു അങ്കിളിൻ്റെ ഒരു മുഖം മാത്രമല്ലേ അറിയുള്ളൂ. എന്നെ എങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ തിരിച്ചു തോണ്ടാൻ എനിക്കറിയാം. അതുകൊണ്ട് നീ മാറി നിൽക്കെന്ന് പറയുമ്പം അനിരുദ്ധിനെ നമ്മുടെ സിദ്ധാർത്ഥ് മടക്കി വിളിക്കുകയാണ്. സിദ്ധു വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ദീപു, എന്താ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? സിദ്ധുവേട്ട, ഞാൻ വന്നത് സിദ്ധുവേട്ടനെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ദീപു എനിക്കൊരു 10 മിനിറ്റ് തന്നാൽ മതിയെന്നും പറഞ്ഞ് സിദ്ധാർത്ഥനോട് ചോദിക്കുമ്പോഴത്തേക്കിനും ആയിക്കോട്ടെ. അപ്പം അനിരുദ്ധിന് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അനിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. സിദ്ധാർത്ഥും അതുപോലെ ദീപുവും കൂടി സംസാരിക്കാൻ തുടങ്ങുക. അല്ല, എന്താ നിന്റെ ആവശ്യം, എന്തിനാ നീ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സിദ്ധുവിനോട് സംസാരിക്കാനുണ്ട്. അതെ, നിങ്ങൾ ശ്രീനിലയം വാങ്ങുന്ന കാര്യത്തിൽ നിന്നും അത് പിന്മാറണം, അല്ലെങ്കിൽ സിദ്ധാർത്ഥിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും അല്ല നീ ഡബിൾ ഗെയിം കളിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് സിദ്ധാർത്ഥ്. അപ്പം സിദ്ധുവിന് ഏകദേശം മനസ്സിലായി ഇവൻ പരമശിവത്തിൻ്റെ ഒരു കൂട്ടാളി തന്നെയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സിദ്ധു ഇത് ചോദിക്കുമ്പോഴത്തേക്കിനും ദീപു ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു ഗ്യാപ്പിൽ നമ്മളെ കാണിക്കുന്നത് സുമിത്രയും പ്രേമയും ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോഴത്തേക്കിനും പ്രേമ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സുമിത്രതെ, നടന്ന് കാല് കഴിച്ചെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കുക. അതെന്തായാലും വേണ്ട, നിനക്ക് ഇരിക്കാനൊരു ഇച്ചിരി സ്ഥലം തന്നു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ അവിടെ കിടക്കും. അതുകൊണ്ട് നീ നിന്ന് തന്നെ വേർത്തോ, എൻ്റെ മോൾ എന്തായാലും ഇറങ്ങി വരില്ല. അപ്പം ഇത് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സ്വരമോൾ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. വരുന്നത് കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് സുമിത്രയാണെങ്കിലോ അനന്യയെ കണ്ടില്ലല്ലോ. അപ്പം ഇനി അനന്യ ഇവളുടെ കൂടെ വരാൻ കൂട്ടാക്കാത്തത് കൊണ്ടായിരിക്കും അച്ഛമ്മയെന്നും വിളിച്ച് ചിണുങ്ങിക്കൊണ്ടാണ് നമ്മുടെ കൊച്ചു വരുന്നത്. കൊച്ചു വന്ന പാടെ തന്നെ പ്രേമ പറയുന്നുണ്ട്, ദേ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അകത്ത് നിൽക്കുന്നതേ എൻ്റെ മോളാണ്. ഞാൻ പറയുന്ന വാക്കുകൾക്കപ്പുറം അവൾ പോകില്ല. അതുകൊണ്ട് നീ നിന്റെ കൊച്ചുമകളെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് പോയിക്കോ. എൻ്റെ മോള് പറഞ്ഞതാണ് നിന്റെ മോനുമായിട്ട് ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും സുമിത്ര ഇത്രയും പ്രായമായിട്ട് നിനക്കില്ലാതായി പോയല്ലോ എന്ന് പറയുക. അപ്പൊ സുമിത്ര ആണെങ്കിലോ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. താൻ വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ. അങ്ങനെ അവര് അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അനന്യ അവിടുന്ന് ഒരു പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം അനന്യ വരുന്ന കാണുമ്പോഴത്തേക്കിനും സ്വരമോൾക്ക് സന്തോഷമായി. സ്വരയ്ക്ക് മാത്രമല്ല സുമിത്രയ്ക്കും. രണ്ടുപേരും ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പ്രേമ പറയുന്നുണ്ട്, മോളെ നീ എടുത്ത ഈ തീരുമാനം വളരെ നന്നായി. ദേ ആ കൊച്ചിൻ്റെ കളിസാധനങ്ങളും ഡ്രസ്സും അല്ലേ, ഇനി അതിൻ്റെ ഒരു സാധനവും ഈ വീട്ടിൽ വേണ്ട, എല്ലാം പെട്ടിയിലാക്കി അങ്ങ് കൊടുത്തേക്ക്, നാശങ്ങൾ ഇവിടുന്ന് പോയിക്കോട്ടെ എന്ന് പറയുകയാണ്. അപ്പം അനന്യ ഇങ്ങനെ ഇറങ്ങി വന്നതും, അമ്മേ ഇത് കൊച്ചിന് കൊടുക്കാനുള്ള പെട്ടിയൊന്നും അല്ല, ഇത് എൻ്റെ പെട്ടിയാണെന്ന് പറയുമ്പോഴാണ് പ്രേമ ഞെട്ടിപ്പോകുന്നത്. ഒരിക്കലും പ്രേമ തൻ്റെ മകളുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രേമയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. എടി നശിച്ചവളെ, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് പോവാണോ എന്ന് ചോദിക്കുകയാണ്. അമ്മ, ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, എൻ്റെ മോള് വന്ന് വിളിച്ചാൽ അവളുടെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ മനസ്സലിയാത്തൊരമ്മയൊന്നും അല്ല ഞാൻ. എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നിന്നെ ഇനിയും അവൻ ചതിക്കും. നീ എന്തിനാ വെറുതെ ഇനി ആ ജീവിതത്തിലേക്ക് പോകുന്നത്? മോളെ അമ്മ പറയുന്നത് കേക്ക്, നീ ഈ ബാഗുമായിട്ട് ഇപ്പൊ തന്നെ വിദേശത്തേക്ക് പോയിക്കോ. അപ്പൊ പെട്ടെന്ന് തന്നെ സുമിത്രയ്ക്കാണെങ്കിൽ ഒരു ചെറിയ ചിരിയൊക്കെ വരികയാണ്. പ്രേമ ഇങ്ങനെയൊക്കെ നിന്ന് പറയുന്ന കാണുമ്പോൾ പെട്ടെന്ന് തന്നെ സുമിത്ര പറയുന്നുണ്ട്, വാ മോളെ, എന്തായാലും മോള് നല്ലൊരു തീരുമാനമാണ് എടുത്തത്. സ്വരമോൾക്ക് അതുപോലെ എൻ്റെ മോനും ഒക്കെ ഇത് ഒരുപാട് സന്തോഷമാകും. വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് തൻ്റെ മരുമകളുടെ കൈ പിടിച്ച് സുമിത്ര പടി ഇറക്കുന്ന സമയത്ത്, നീ നശിച്ചു പോകൂടി സുമിത്രേ, നീ മാത്രമല്ലടി എൻ്റെ മകളും നശിച്ചു പോകും. ദേ അപ്പൊ ഇങ്ങനെയൊക്കെ ശാപവാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അനന്യ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊക്കെ പറയാവോ, ഞാൻ അമ്മയുടെ മോളല്ലേ, ദേ നീ ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല, ഈ വീടിൻ്റെ പടി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു റിലേഷനും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് പ്രേമയാണെങ്കിൽ പ്രാക്കോട് പ്രാക്ക്. അപ്പോൾ സുമിത്രയാണെങ്കിലോ
പ്രേമേ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇതൊന്നും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഫലിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തായാലും അനന്യയും അനിരുദ്ധും നല്ല രീതിയിൽ തന്നെ ജീവിക്കുമെന്നും പറഞ്ഞ് തൻ്റെ മരുമകളെയും കൊച്ചുമകളെയും കൂട്ടി പ്രേമയുടെ മുന്നിൽ നിന്നും സുമിത്ര നടന്നകലുമ്പോഴത്തേക്കിനും പ്രേമയാണെങ്കിൽ തൻ്റെ സകലതും നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ കുത്തിയിരിക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സിധുവിൻ്റെ അടുത്ത് ദീപു വന്ന കാര്യങ്ങൾ പറയുക. ദേ, എന്ത് ചെയ്തിട്ടാണെങ്കിലും പരമശിവം അത് സിദ്ധാർത്ഥിനെ ഈ നാട്ടിൽ നിർത്തില്ല. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. നിങ്ങളെ മാത്രമല്ല, ഒരു പക്ഷെ ചേച്ചിയെയും അതുപോലെ മക്കളെയും ഒക്കെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം. അപ്പം സിദ്ധാർത്ഥാണെങ്കിലോ, നീ അവൻ്റെ ആളായിട്ടാണല്ലോ ഇവിടെ വന്നതെന്ന് ചോദിച്ച് ആദ്യം അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ദീപു പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ ആളൊന്നുമല്ല. ഞാനും അവനും തമ്മിലുള്ള ഇടപാടെന്ന് പറഞ്ഞാൽ കുറച്ചധികം പണം ഞാൻ അയാൾക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ സിദ്ധുവേട്ടൻ കേൾക്കണം. ഞാൻ ആ പഴയ ദീപുവായിട്ട് നിന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥിന് മുന്നിൽ നടന്ന സംഭവങ്ങൾ പറയുക. പരമശിവത്തിന് താൻ പൈസ കൊടുക്കാനുണ്ടെന്നും പലിശ ഇനത്തിൽ ഒരുപാട് പൈസ താൻ കൊടുത്തു കഴിഞ്ഞെന്നും മുതലിലേക്ക് 1 രൂപ കാശ് പോലും തനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ സിദ്ധാർത്ഥിനോട് പറയുമ്പം സിധു പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധം പുതുക്കാൻ നിന്നത്? ഏട്ടാ, ഒന്നും പറയണ്ട. എൻ്റെ ഒരു നശിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇപ്പോൾ ദാ പരമശിവം എൻ്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുക, ഒന്നെങ്കിൽ എൻ്റെ ചിത്രയെയും എൻ്റെ അപ്പൂനെയും കൊന്നുകളയുമെന്ന് പറയുന്നത്. അതുകൊണ്ട് സിധു ഏട്ടാ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ ശ്രീനിലയത്തിൻ്റെ കാര്യത്തിൽ നിന്നും പിന്മാങ്ങ്. അല്ലെങ്കിൽ ഞാൻ അവന് ചുരുങ്ങിയ സമയം കൊണ്ട് പൈസ തിരികെ കൊടുക്കേണ്ടി വരും. അപ്പോൾ സിദ്ധാർത്ഥിന് കാര്യങ്ങൾ മനസ്സിലായി. സിദ്ധു ആണെങ്കിലോ ഇങ്ങനെ തൊഴുതൊക്കെ നിൽക്കുന്ന ദീപു ആണെങ്കിൽ കാലയിലും ഒക്കെ വീഴുന്നുണ്ട്. അപ്പം സിദ്ധാർത്ഥിന്റെ മനസ്സലിഞ്ഞു. എത്രയൊക്കെ വന്നാലും സുമിത്രയുടെ പൊന്നാങ്ങളെയാണല്ലോ. അതുകൊണ്ട് തന്നെ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സുമിത്രയുടെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സഹായം ചെയ്യാം. നീ ഇനി പരമശിവത്തെ പോയി കാണണം. ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നീക്കണം. നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് ഞാൻ കണ്ടെത്തി തരാമെന്നുള്ളൊരു വാക്ക് സിദ്ധാർത്ഥ് പറയുമ്പം ആ വാക്ക് വിശ്വസിച്ച് സിദ്ധുവിൻ്റെ ഒരു അടിമയെ പോലെ നമ്മുടെ ദീപു അവിടെ നിൽക്കുകയാണ്. അപ്പം ദീപു അവിടെ നിന്ന് ഇങ്ങനെ വിഷമിക്കുന്ന കാഴ്ചയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കുടുംബവിളക്ക് അവസാനിക്കുന്നത്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്